പറയരുത് പ്ലീസ്. ഇവിടെ എന്താ വിളിക്കുക? ആയിഷ എന്നാ? പിന്നെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഇക്കാന്ന് പോലും വിളിച്ചിട്ടില്ല. അയ്യോ, ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് എന്ന് ഇക്കാന്ന് വിളിക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതേ ഇങ്ങ് നോക്കിക്കൊള്ളാല്ലേ? ഇല്ല, ഇപ്പൊ ഉമ്മ എന്നെ വിളിച്ചു കഴിഞ്ഞാലും അത് വിളിച്ചിരുന്നു, അത് പോയി, അതെവിടെ, ഇങ്ങനെ അതാണ് അത്. ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് വരുന്ന ഗായകരെ കുറിച്ചും ഗായികമാരെ കുറിച്ചും പല ആൾക്കാർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഒരു മത്സരം കിട്ടി ഒരു സമ്മാനം മേടിച്ച് പിന്നീട് അങ്ങോട്ട് അപ്രത്യക്ഷമാകാൻ പോകുന്ന ആൾക്കാരാണ്. ഇവരൊന്നും പാട്ടിൻ്റെ യഥാർത്ഥ ഉപാസകരല്ല എന്നുള്ളൊരു പല പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപവാദമായിട്ടുള്ള ഏതാനും പേരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അപവാദമാണ് നജീബ്. എന്താ കാരണം വെച്ചാൽ നജീബ് പാടുന്നതിലൊരു വല്ലാത്തൊരു എക്സ്പ്രഷൻസ് ഉണ്ട്. അത് മുഖഭാവത്തിൽ മാത്രമല്ല ശബ്ദത്തിലുമുണ്ട്. ഇല്ല ഉമ്മച്ചി, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇവൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നോ? ചെറുപ്പത്തിലെ ഏത് പാട്ട് പാടിയാലും അതിനൊരു പ്രത്യേക അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലൊക്കെ ഫീലുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഗായകരതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മാജിക് അതിനകത്തുണ്ടെന്ന് ഞാൻ പറയും മോനോട്. ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പാടുന്നത് കാസനോവ എന്ന സിനിമയിലാണ്. ഒരു 2 വരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എനിക്ക് അടുത്ത് നിൽക്കാനോ എനിക്ക് അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കിട്ടണം. പണ്ടൊന്ന് കണ്ടിട്ടേ ഉള്ളൂ ആ ഒരു സിനിമയിൽ ജസ്റ്റ് ഒന്ന് ചേട്ടൻ വിളിച്ച് പാടിച്ചതാണ്. പിന്നെ അതിനുശേഷം കണ്ടിട്ടുമില്ല, അങ്ങനെ പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം പാടുന്നത് റിംഗ് മാസ്റ്ററിലെ ആരോ എന്നുള്ള പാട്ടാണ്, ഗോപി ചേട്ടൻ്റെ. അപ്പോൾ പാട്ട് പാടി ഞാൻ ഇപ്പൊ ഒരു 8 പാട്ടോളം പാടി. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കോളൂ. എന്താ കാരണം ഗോപി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നജീബിന് തന്നിരിക്കുന്ന പാട്ടുകളിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കാൻ തന്നിട്ടുള്ള പാട്ടുകളല്ലേ ഈ പറഞ്ഞ പോലെ ഈ ഭാവം ഉൾക്കൊള്ളാൻ പറ്റിയ പാട്ടുകളാണ്, കൂടുതലും പ്രണയഗാനങ്ങളാണ്. അതിൻ്റെ ചേട്ടൻ്റെ കമ്പോസിഷൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു ആദ്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാവം എനിക്ക് തന്നെ ആ പാട്ടിലൂടെ വരുന്നതാണ്. ആ കോമ്പോസിഷൻ്റെ ഒരു ശക്തിയാണ് എൻ്റെ പാട്ടിലൂടെ എനിക്ക് വരണം, ഞാനറിയാതെ വരണതാണ്. പിന്നെ ഇപ്പം ഏത് പാട്ടായാലും ഇപ്പം ഞാൻ പാട്ട് പാടുമ്പോഴത്തേക്കും വരികൾ ശ്രദ്ധിച്ചിട്ട് വരികൾ മുഴുവൻ നന്നായി വായിച്ചു അല്ല, ഏകദേശം ഒരു തീം മനസ്സിലാക്കിയിട്ട് ഓരോ വരിക്കും എന്തൊക്കെ കൊടുക്കാനുള്ള മോഡുലേഷൻ കൊടുക്കാൻ വോയിസിന്, അതാണ് ഞാൻ കൊടുക്കുന്നത്. അത് മാക്സിമം എത്രത്തോളം ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് എത്രത്തോളം നന്നാക്കാൻ സ്വാതന്ത്ര്യം എടുക്കാറുണ്ടോ പാട്ട് പാടുമ്പോൾ? സംഗീത സംവിധായകൻ വരയ്ക്കുന്നതിന് വരയുണ്ട്, പക്ഷെ വരയ്ക്കപ്പുറത്ത് ചെറിയൊരു ഇംപ്രവൈസേഷനും ഡെഫിനറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ്. ചേട്ടനായാലും അഫ്സലൊക്കെ ബിജി ബാലട്ടനൊക്കെ അവരൊക്കെ ഭയങ്കര മാക്സിമം നമ്മുടെ ഫ്രീഡം തന്നിട്ട് പാടിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. എക്സ്ട്രാ കംപ്ലീറ്റ്. കാരണം ഇവിടെ വന്നുപോയത് വേറെ ആരുമല്ല, ചേട്ടനാണ്, ബിജി ബാല്. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് പ്രതികരിക്കാനുള്ളത്? ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ വിളിക്കുന്നത് എന്തോ ഒരു 10-ൽ കൂടുതൽ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട്. എല്ലാം നല്ല കോമ്പോസിഷനാണ്. ഞാൻ ആദ്യം പാടുന്നത് ഡാ തടിയ എന്ന സിനിമയിലെ അല്ലാ അല്ലാ എന്നുള്ള പാട്ടാണ്. മേലെ മോഹവാനം രാവിൽ മിന്നും ഹാരം നീട്ടും നിന്നെ കണ്ടാൽ. പിന്നെ ബിചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പ്ലാൻഡ് ആണോ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. അത് ഒരിക്കലും അല്ല. അത് എനിക്ക് കിട്ടിയത് എൻ്റെ പാരൻസിൻ്റെ തന്നെയാണ്. എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയത്. അത് എങ്ങനെയൊക്കെ പോയാലും നമുക്ക്, പക്ഷെ ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് ഞാൻ പ്രതികരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് പല സാഹചര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വിനയമൊക്കെ കാണിക്കണ്ടേ? ഒരിക്കലും ഇല്ല. പക്ഷേ വാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ വാപ്പ വിജിലൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിട്ടയർഡായി. വാപ്പ ഇപ്പോഴും സൈക്കിളിലാണ് പോണേ. അപ്പോൾ അത്രയും അവിടുത്തെ പ്യൂൺ വരെ കാറിലായിരിക്കും വരുന്നത്. വാപ്പയുടെ ഒരു മനസ്സ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും സൈക്കിളാണ്. വാപ്പയുടെ മയിൽ വാഹനം സൈക്കിളാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ വാപ്പയ്ക്കാണ് ബുദ്ധിയുള്ളത്. എന്താ കാരണം വെച്ചാല് ഈ ആരോഗ്യവും ഈ പറഞ്ഞ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ വരുന്നത് ഈ സൈക്കിളിലൂടെയാണ്. ഒരു ആളും കൂടെ വരട്ടെ നമുക്ക്. നജീം, JB ജംഗ്ഷനിൽ വെച്ച് കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നജീബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നജീബിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. കാരണം
നല്ല വിനയം, അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നജീം കാണിക്കുന്ന ഒരു സ്നേഹം ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നജീബിനെ റിയാലിറ്റി ഷോസിലൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നജീബിനെ അറിയാം. ഞാനൊരു കീബോർഡ് പ്രോഗ്രാമർ ആയിരുന്ന കാലം മുതലേ തന്നെ നജീം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സോങ്സിനൊക്കെ വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോഴേ തന്നെ നജീബിനെ അറിയാം നല്ലതായിട്ട്. അപ്പോൾ ഞാൻ ഒരു 8-10 വർഷം മുമ്പ് കാണുന്ന നജീം തന്നെയാണ് ഇന്നത്തെ നജീം.